ദുബായിലാണ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ചേച്ചിയുടെ ഒരു സോങ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് സാറ് പറഞ്ഞു നമുക്ക് ചേച്ചിയെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അത് പോസിബിൾ ആവില്ല, ഞാൻ അങ്ങനെ ഭയങ്കര സിംഗർ ഒന്നും അല്ല. ചേച്ചി നോയാണ് പറഞ്ഞത്. ഫസ്റ്റ് വർക്കിനെ കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സംബന്ധിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ ബഹിരേന്ദ്രത, അത് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ചായം പുരട്ടി മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിയേഷനാണ് ഒരു സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണാണ്. 2 പേർ സ്മാർട്ട് ഫോൺ ചാറ്റ് ചെയ്ത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. അതോടൊപ്പം ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫാമിലി, പീസ്ഫുള്ളായി ജീവിച്ചിരിക്കുന്ന അടുത്തൊരു ഫാമിലി, ഒരു കപ്പിളിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്തു ആണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ പിക്ചറാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ സസ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുടുംബസമേതം പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ല സിനിമ, നല്ല ഒഴുക്കുള്ള ഒരു സിനിമയായിരിക്കും എല്ലാം. ഇതിൽ 4 പാട്ടുകളുണ്ട്. 2 മലയാള പാട്ടുകളും 1 പാട്ട് ഇംഗ്ലീഷ് ഫുൾ, മറ്റേത് ഇംഗ്ലീഷ് മലയാളം മിക്സ്. ചില വരികളിലൂടെ പ്ലേ ചെയ്യുമെന്ന്. അതിൽ പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, ശ്രീകാന്ത് ഹരിഹരൻ, ആരതിപുരി, മൃദുല വാര്യർ, പിന്നെ അമേരിക്കയിൽ നിന്നുള്ള നീന മാർട്ടിനസ്, അസിൻ ഫഹി. അവരൊന്നും വളരെ എക്സൈറ്റഡ് ആണെന്ന് കൂടെ വരാൻ. അവർക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ട് അവരെത്തിയില്ല. സോ ഞാൻ ഈ വീഡിയോ അവർ കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിന് ആൻസർ പറയാം. എവർക്കും അവരോട് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനൊരു ഹീറോയില്ല, ഞാനൊരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്ന് പറയുന്ന അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാർ സാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു അവസാനം വന്ന് എന്റെ ക്യാരക്ടർ ഇപ്പോൾ ത്രോട്ടുണ്ട്, പക്ഷെ എന്റെ പ്രസൻസ് വളരെ കുറവാണ്. അവസാനം വന്ന് കൈയ്യടി വാങ്ങി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ട്, ഇപ്പൊ ആരതിയും വിനീത് ശ്രീനിവാസനും പാടുന്ന പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നത്. കൂടെ നയന പ്രസാദാണ് എത്തിയിട്ടുള്ള പുള്ളിക്കാരി. അപ്പൊ ചാൾ സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു ആവേശപ്പെട്ട സിനിമയല്ല, പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒത്തുമിക്കൊണ്ടൊരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും സിനിമ. അപ്പൊ എല്ലാവരുടെ സിനിമ കാണുക. സാർ ഒരു US നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻപുട്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളി. അപ്പൊ എന്തായാലും ആർക്കും ബിഗ് താങ്ക്സ്. കാരണം പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ആണ്. ഓൾ ദി ബെസ്റ്റ് ആസ് എ സിംഗർ. ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട്, നല്ല പാട്ടാണ്. കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. So all the best for Arati also. Thank you for being here. എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much. Thank you ഹേമന്ത്. Thank you. ചിത്രത്തിലെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ആൾ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. So let's welcome പ്രശാന്ത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ ചാൾ സാർ കോണ്ടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ സാർ ഇങ്ങനെ 2 സോങ് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്ടേഴ്സായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും, പക്ഷെ പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും നമ്മൾ ഫോണിലൂടെയാണ് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക. വളരെ എനിക്ക് തോന്നുന്നു സാറിന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ടൈം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തയക്കും, ലിറിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. അതെനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ ഇതിൽ 2 പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ചേച്ചി, ആരതി ചേച്ചി. അപ്പൊ നമ്മുടെ നോർമലി നമ്മളൊരു പാട്ട് ചെയ്യും, നമ്മൾ ആ പാട്ട് ആര് പാടിയത് നന്നായിരിക്കും, നമ്മുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും.
പക്ഷെ ഈ പ്രാവശ്യം സാർ എന്നോട് പറഞ്ഞ പ്രശ്നം നമുക്ക് ഒരു നോർമൽ സിംഗർ അല്ല, നമുക്ക് പാടാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വോയിസ്, അതായത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വോയിസ് വേണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ 2-3 പേരെ ലിസ്റ്റ് ചെയ്തായിരുന്നു. ആ സമയത്താണ് ചേച്ചിയുടെ ഒരു സോങ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് സാറ് പറഞ്ഞു നമുക്ക് ചേച്ചിയെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അത് പോസിബിൾ ആവില്ല, ഞാൻ അങ്ങനെ ഭയങ്കര സിംഗർ ഒന്നും അല്ല. ചേച്ചി നോയാണ് പറഞ്ഞത് ഫസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ട്രാക്ക് അയച്ചു, ചേച്ചി വന്നു, അടിപൊളിയായിട്ട് പാടി. ഇപ്പൊ പാട്ട് ഫിനിഷായി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സെക്കൻഡ് സോങ് ആ ഡ്യുവറ്റ് ആണത്, വിനീതേട്ടനാണ് പാടിക്കുന്നത്. പിന്നെ ഒരു പാട്ട് പാടിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരനും മൃദുല ചേച്ചിയാണ്. അപ്പോ മൃദുല ചേച്ചി ഇന്ന് ചെറിയ ഹെൽത്ത് ഇഷ്യൂകളാണ് ഇന്ന് എത്താൻ പറ്റാത്തത്. അപ്പൊ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ലിറിക്സ്, പിന്നെ എനിക്ക് ഇതിൽ അവസരം തന്നതിന് സാറിന് ഒരുപാട് താങ്ക് യു. പിന്നെ എന്റെ ടീമുണ്ട്, എന്റെ പ്രോഗ്രാം ശ്രീരാഗ്, എന്റെ സോങ്സ് മിസ് ചെയ്യുന്ന സുരേഷ് ഏട്ടൻ. അപ്പൊ ഒരു സോങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കയ്യിലല്ല. അത് ലിറിക്സ്, മ്യൂസിക്, സിംഗർ, പ്രോഗ്രാം മിക്സ്, മാസ്റ്റർ തൊട്ട് സൗണ്ട് എഞ്ചിനീയർ തൊട്ട് എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കാണ് ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പം അവസാനം ഒരു ക്രെഡിറ്റ് വരുമ്പോൾ ഇപ്പം പ്രശാന്ത് മ്യൂസിക് ചെയ്ത പാട്ട് അല്ലെങ്കിൽ ഇന്നയാൾ പാടിയ പാട്ടെന്നതിനപ്പുറം എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും സുരേഷ് ഏട്ടൻ, ശ്രീരാഗ്, അപ്പോൾ അതോടൊപ്പം ഇവിടെ വന്ന എല്ലാവർക്കും, ഇതിന്റെ പ്രൊഡക്ഷൻ അൻസൽട്ടോസ് മാം, ചാൽ സാർ, ഹേമന്തേട്ടൻ, അരജി ചേച്ചി, മറ്റു ഞാനായിരിക്കും പേര് പറയാൻ പറ്റും, എന്നെ സ്നേഹിക്കുന്ന, ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന മൂവിയുടെ ഡയറക്ടർ കല്ലാമൂലം എന്നൊരു മൂവി ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്, അതിന്റെ ഡയറക്ടർ ശ്യാമേട്ടൻ. അപ്പൊ ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. എല്ലാവർക്കും താങ്ക് യു. ഈ പാട്ട് ഇറങ്ങുമ്പോൾ അനു ചേച്ചി, ഈ പാട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയിക്കുക. താങ്ക് യു. താങ്ക് യു പ്രശാന്ത്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ചിത്രത്തില് 2 നായകന്മാരുണ്ട്. അടുത്ത ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രിൻസ്. സോ ലെറ്റ്സ് ലിസൺ വാട്ട് ഹി ഹാവ് ടു സേ അബൌട്ട്. നമസ്കാരം. ഇതിന്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. പിന്നെ അതേപോലെ ഇതിലൊരു ചാൻസ് തന്ന ചാൾ സാർ, പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആൻഷ്യൽ പ്രോസ്. സോ എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞതുപോലെ 4 വളരെ ഇഷ്ടപ്പെടുന്ന 4 സോങ് ഉണ്ട്. അതിനകത്ത് ആലപ്പുഴ പാടിയ ഒരു സോങ്ങിന്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻസേ കേട്ടിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് നല്ല രസം കേൾക്കാൻ. ഫസ്റ്റ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഒരു സോങ് ഫീൽ തരുന്ന ഒരു മൂവിയാണ് അത്. പിന്നെ അതിന്റെ ബിഹൈൻഡിൽ ആക്ട് ചെയ്തേക്കുന്ന ഹേമന്തും അതേപോലെ തന്നെ നയനയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് ഇതിന്റെ അഭിപ്രായം അറിയിക്കണം. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ഹാർട്ട് ഫെൽറ്റ് ടച്ചുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റാണ്. എനിവേ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇതിന്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് പ്രസൻസ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇങ്ങനെ ഇത്രയും മീഡിയ അറ്റൻഷൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഈ മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിലൊരു ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറക്ടർ ജോസർ, എന്താ പറയുക, ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്താ പറയാ, എന്താ പറയാന്നറിയില്ല, പേടിച്ചിട്ട്. പിന്നെന്താ, ഇതിലെ DOP ഷാഹു പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു അശോക്. ഞാനത് പറഞ്ഞപ്പോഴാണ് എന്റെ എല്ലാ കാര്യങ്ങളും സാറ് പുറത്തായതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഷാഹുവേട്ടനാണ്. ഞാൻ ഓർത്ത് വെച്ചിരുന്ന പക്ഷെ വിട്ടുപോയി. ഷാഹുവേട്ടൻ താങ്ക് യു. താങ്ക് യു. റോബിൻസൺ ദുബായിലാണ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വന്നായിരുന്നു.
താങ്ക് യു.